നമസ്കാരം. ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് തങ്ങളുടെ പെൺകുട്ടികളുടെ ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുക എന്നത്. അവരുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്കായി സാമ്പത്തികമായി കരുതി വയ്ക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ്. കേന്ദ്ര സർക്കാർ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച ഏറ്റവും സുരക്ഷിതത്വവും ലാഭകരവുമായ നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ശരാശരി ഇന്ത്യൻ മാതാപിതാക്കളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അവളുടെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്. കാലം മാറും തോറും വിവാഹ ചെലവുകൾ കുത്തനെ ഉയരുന്നത് സാധാരണക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പേടി സ്വപ്നമാണ്. പലപ്പോഴും ഈ ആശങ്കകൾ മകളുടെ കുട്ടിക്കാലം വേണ്ട രീതിയിൽ ആസ്വദിക്കുവാൻ പോലും അവർക്ക് തടസ്സമാകാറുണ്ട്. ഇവിടെയാണ് സുകന്യ സമൃദ്ധി യോജന ഒരു ആശ്വാസമാകുന്നത്. മകൾ ജനിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അവൾക്ക് 10 വയസ്സാകുന്നതിന് മുൻപോ ഈ പദ്ധതിയിൽ ചേരുന്നതിലൂടെ വിവാഹപ്രായമെത്തുമ്പോൾ കൈനീട്ടാതെ തന്നെ വലിയൊരു തുക സ്വരൂപിക്കുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കും. 15 വർഷം കൊണ്ട് നമ്മൾ മാറ്റിവെക്കുന്ന ചെറിയ തുകകൾ 21ാം വർഷത്തിൽ ഒരു വലിയ നിധിയായി മാറുന്നു. മകളുടെ വിവാഹത്തിനായി കടം വാങ്ങാതെ അന്തസ്സോടെ ആ കടമ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുന്നു. വിവാഹം ഒരു ഭാരമല്ല, സന്തോഷമാകണം. മകളുടെ വിവാഹം എന്നത് ഒരു ബാധ്യതയോ ഭാരമോ ആയി മാറരുത്. മറിച്ച് അത് കുടുംബത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാകണം. മാതാപിതാക്കളുടെ മനസ്സിലെ ആകുലതകൾ മാറ്റി സാമ്പത്തിക സ്വാതന്ത്ര്യത്തോടെ മകളെ പുതിയൊരു ജീവിതത്തിലേക്ക് യാത്രയാക്കാൻ സുകന്യ സമൃദ്ധി യോജന പോലുള്ള സുരക്ഷിതമായ സർക്കാർ പദ്ധതികൾ കരുത്ത് നൽകുന്നു. ഒരു മധ്യവർഗ കുടുംബത്തിന് പോലും വളരെ എളുപ്പത്തിൽ തുടങ്ങാവുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. എന്താണ് സുകന്യ സമൃദ്ധി യോജന? പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി ആരംഭിച്ച ഒരു സ്മോൾ സേവിംഗ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. 10 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ പേരിൽ മാതാപിതാക്കൾക്ക് ഈ അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. യോഗ്യത: ഒരു കുടുംബത്തിന് 2 പെൺകുട്ടികൾക്ക് വരെ അക്കൗണ്ട് തുറക്കാം. ഒരുപക്ഷെ രണ്ടാമത്തെ പ്രസവത്തിൽ ഇരട്ട കുട്ടികളാണ് ജനിക്കുന്നത് എങ്കിൽ, 2 പെൺകുട്ടികളാണ് എങ്കിൽ 3 കുട്ടികൾക്ക് വരെ ഈ ആനുകൂല്യം ലഭിക്കും. ഇന്ത്യയിലെ ഏത് പോസ്റ്റ് ഓഫീസിലും അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ, SBI, കാനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളിലും ഈ അക്കൗണ്ട് തുടങ്ങുവാൻ സൗകര്യമുണ്ട്. ഇനിയും ഇതിൻ്റെ നിക്ഷേപ കാലാവധിയും തുകയും എത്രയെന്ന് നമുക്ക് നോക്കാം. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ നിക്ഷേപ സൗകര്യമാണ്. കുറഞ്ഞ നിക്ഷേപം. ഒരു വർഷത്തിൽ വെറും 250 രൂപ മാത്രം നിക്ഷേപിച്ച് അക്കൗണ്ട് സജീവമായി നിർത്താവുന്നതാണ്. പരമാവധി നിക്ഷേപം ഒരു വർഷം പരമാവധി 1.5 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വർഷം 250 രൂപ വീതം നിക്ഷേപിച്ച് അക്കൗണ്ട് സജീവമായി നിലനിർത്താം. പരമാവധി നിക്ഷേപിക്കാൻ പറ്റുന്ന തുക 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷം. ഇനിയും കാലാവധി. അക്കൗണ്ട് തുടങ്ങി 15 വർഷം വരെ മാത്രമേ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ അക്കൗണ്ടിൻ്റെ മൊത്തം കാലാവധി 21 വർഷമാണ്. 15 വർഷത്തിന് ശേഷം നിങ്ങൾ പണം നിക്ഷേപിച്ചില്ലെങ്കിലും 21 വർഷം പൂർത്തിയാകുന്നതുവരെ അക്കൗണ്ടിൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ മികച്ചൊരു തുക ലഭിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ഇനിയും പലിശ നിരക്കും ലാഭവും. നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പലിശ നിരക്കിന്റെ കാര്യത്തിൽ സുകന്യ സമൃദ്ധി യോജന വളരെ ആകർഷകമാണ്. 2026 കണക്കനുസരിച്ച് 8.2% ഇതിന്റെ വാർഷിക പലിശ നിരക്ക്. ഉദാഹരണത്തിന്, ഒരു രക്ഷിതാവ് പ്രതിമാസം 1000 രൂപ വീതം വർഷം 12,000 രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. 15 വർഷം കൊണ്ട് നിങ്ങൾ ആകെ നിക്ഷേപിക്കുന്നത് 1,80,000 രൂപയായിരിക്കും. എന്നാൽ 21 വർഷം പൂർത്തിയാകുമ്പോൾ കൂട്ടുപലിശയുടെ ഗുണം കാരണം ഏകദേശം 5,54,206 രൂപയോളം മച്യൂരിറ്റി തുകയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പണപ്പെരുപ്പത്തെ മറികടക്കാൻ സഹായിക്കുന്ന മികച്ചൊരു റിട്ടേൺ ആണ് ഇത്. അടുത്തത് നികുതി ഇളവും പണം പിൻവലിക്കലും.
സാമ്പത്തിക ആസൂത്രണത്തിൽ നികുതി ലാഭിക്കുക എന്നത് പ്രധാനമാണ്. ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം ഇതിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നികുതി ഇളവുണ്ട്. മാത്രമല്ല, കാലാവധി പൂർത്തിയായ ശേഷം ലഭിക്കുന്ന തുകയ്ക്കും പലിശയ്ക്കും ടാക്സ് ബാധകവുമല്ല. പിൻവലിക്കൽ. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ 10ാം ക്ലാസ് പാസ്സാകുമ്പോഴോ ഉന്നത വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അക്കൗണ്ടിലൂടെ തുകയുടെ 50% പിൻവലിക്കുവാനുള്ള അനുവാദവുമുണ്ട്. വിവാഹം. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുകയും വിവാഹിതയാവുകയും ചെയ്താൽ അക്കൗണ്ട് അവസാനിപ്പിച്ച് മുഴുവൻ തുകയും പിൻവലിക്കാവുന്നതാണ്. ഇനി ഈ അക്കൗണ്ട് തുടങ്ങുവാൻ ആവശ്യമായ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. അക്കൗണ്ട് തുടങ്ങുവാൻ വളരെ കുറച്ച് രേഖകൾ മാത്രമാണ് വേണ്ടത്. 1. പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്. 2. രക്ഷിതാവിൻ്റെ തിരിച്ചറിയൽ രേഖ, ആധാർ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട്. 3. രക്ഷിതാവിൻ്റെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ. ഈ രേഖകൾ സഹിതം നിങ്ങൾക്ക് അടുത്തുള്ള ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലോ നേരിട്ട് സമീപിച്ച് ഈ അക്കൗണ്ട് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. സുകന്യ സമൃദ്ധി യോജന കേവലം ഒരു സേവിംഗ് സ്കീം മാത്രമല്ല, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും വേണ്ടി മാതാപിതാക്കൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും മികച്ചൊരു സാമ്പത്തിക സുരക്ഷാ കവചമാണ്. കൃത്യമായ ആസൂത്രണത്തോടെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക ഭദ്രത നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായോ ബാങ്കുമായോ ബന്ധപ്പെടുക. മകളുടെ വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത, വിവാഹം എന്നിവയ്ക്കായി മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് വലിയൊരു സാമ്പത്തിക സുരക്ഷിതത്വമാണ്. കുടുംബങ്ങൾക്ക് നൽകുന്നത് പണപ്പെരുപ്പത്തിന്റെ ഈ കാലത്ത് പണത്തിന്റെ മൂല്യം ചോർന്നു പോകാതെ സർക്കാർ സുരക്ഷയോടെ സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും വിശ്വസനീയമായ നാളെയെക്കുറിച്ചും നിങ്ങളുടെ മകളുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒട്ടും വൈകാതെ ഇന്ന് തന്നെ ഈ പദ്ധതിയിൽ പങ്കാളിയാവുക. ഇത് കേവലം ഒരു നിക്ഷേപമല്ല, മറിച്ച് നിങ്ങളുടെ മകളോടുള്ള സ്നേഹത്തിന്റെയും കരുതലിന്റെയും അടയാളമാണ്. ഈ പദ്ധതിയുടെ മറ്റൊരു വലിയ ഗുണം ഇതിന്റെ ലളിതമായ രീതിയാണ്. നിങ്ങളുടെ വരുമാനം എത്രയായാലും അതിനനുസരിച്ച് തുക ഈ അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കാം. എല്ലാ മാസവും ഒരു ചെറിയ തുകയായോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നിശ്ചിത തുകയായോ നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ്. നിങ്ങൾ അടയ്ക്കുന്ന ഓരോ രൂപയ്ക്കും വ്യക്തമായ രേഖയായി പോസ്റ്റ് ഓഫീസിൽ നിന്നോ ബാങ്കിൽ നിന്നോ പാസ്ബുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം എപ്പോഴും സുരക്ഷിതത്വമായിരിക്കും. മാതാപിതാക്കളായ നമ്മൾ മക്കൾക്കായി കരുതി വയ്ക്കുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് നൽകുന്ന നല്ല വിദ്യാഭ്യാസം തന്നെയാണ്. മകൾ വളർന്നു വലുതാകുമ്പോൾ അവളുടെ സ്വപ്നങ്ങൾക്കും വിവാഹത്തിനും പണം ഒരു തടസ്സമാകരുതേ എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സുകന്യ സമൃദ്ധി യോജനയേക്കാൾ മികച്ച മറ്റൊരു വഴിയില്ല. കടക്കെണികളില്ലാതെ ആരെയും ആശ്രയിക്കാതെ അന്തസ്സോടെ മകളെ യാത്രയാക്കാൻ ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഈ ചെറിയ തീരുമാനം നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇത്തരം സാമ്പത്തിക അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മക്കളുടെ ശോഭനമായ ഭാവി കെട്ടിപ്പടുക്കുവാൻ ഇന്ന് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. നന്ദി, നമസ്കാരം.